ശരത്ത് LDF പ്രതിനിധി, നോക്കൂ, ഒരു അംഗം ഒരു തെറ്റ് ചെയ്തു, ശരിയാണ്, ധാർമ്മികമായി വലിയ വിഷയമാണ്. അതിന് ആ പാർട്ടി എടുക്കേണ്ട നടപടി അവരെടുത്തില്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ അതിനെ രാഷ്ട്രീയമായി മുമ്പോട്ട് വെക്കുന്നത്? രാഷ്ട്രീയമായി അവരെ എതിർക്കാൻ അതൊരു ആയുധമാക്കുന്നത് അത് ശരിയാണോ? ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് മുന്നിൽ, ഈ നാട്ടിലെ സ്ത്രീകൾക്ക് മുന്നിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നുണ്ടായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ്? ഒരു പെൺകുട്ടിയല്ല, പല പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകുക ഉൾപ്പെടെ വിവിധ തൻ്റെ അധികാരം ഉപയോഗിച്ച് ഉൾപ്പെടെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, തൻ്റെ വൈകൃതങ്ങൾക്ക് ഇരയാക്കി മാറ്റുക, എനിക്ക് ഒരു കുട്ടിയെ വേണമെന്ന് ആദ്യം ആവശ്യപ്പെടുക, അങ്ങനെ നിർബന്ധപൂർവ്വം വരെ കൺസീവ് ചെയ്യിക്കുക, അതിനുശേഷം അതേ നിർബന്ധത്തോടു കൂടി തന്നെ ഈ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ഉപദ്രവിച്ചു. ഇന്നിപ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ വളരെ ഗുരുതരമായ കുറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തപ്പെടുകയാണ്. ബലാത്സംഗം, അതുപോലെ തന്നെ നിർബന്ധിതമായ ഗർഭചിത്രം, അതിക്രമിച്ച് കടക്കൽ, അതുപോലെ ദേഹോദ്രവം ഏൽപ്പിക്കൽ ഉൾപ്പെടെ അതിഗുരുതരമായ കുറ്റങ്ങൾ അയാളുടെ പേരിൽ ചുമത്തപ്പെടുകയും അയാൾ ഫോൺ ഓഫാക്കി മുങ്ങി. ഇന്നലെ വാർത്ത വന്ന സമയത്ത് തന്നെ അയാൾ മുങ്ങി, ഇടയ്ക്കൊന്ന് മുങ്ങി പിന്നീട് പൊങ്ങി. അപ്പോൾ കോൺഗ്രസ് ഇന്ന് ചെയ്യുന്നൊരു സമീപനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തില്ല എന്നാണ്. കോൺഗ്രസിൻ്റെ ഭരണഘടനാ പ്രകാരം കാലാവധി പറയാതെ ഒരാളെ സസ്പെൻഡ് ചെയ്താൽ ആ സസ്പെൻഷൻ്റെ കാലാവധി എത്രയാണ്, എത്ര ദിവസം കഴിയുമ്പോൾ അയാളെ തിരിച്ചെടുക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ഭരണഘടന പറയുന്നത്. നിങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണഘടന സംബന്ധിച്ചാണ് ചോദിക്കുന്നത്, എത്ര ദിവസമാണ് പറയുന്നത്? അത് ഓറലി ഉള്ളത്, വാക്കാൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു അച്ചടിച്ച ഒരു നടപടി അതിനകത്ത് നടന്നിട്ടില്ല കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് അത് ഒരുപക്ഷെ പറയാനാകുമെന്ന് സംശയമുണ്ട്. അല്ലേ ചാർലി? അപ്പോൾ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഞങ്ങളൊരു നടപടി സ്വീകരിച്ചില്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സമീപനമേ കോൺഗ്രസ് എടുത്തിട്ടുള്ളൂ. ഈ നാട്ടിലെ സ്ത്രീകളോട്, പൊതുജനങ്ങളോട്, പെൺകുട്ടികളോട് ഏതെങ്കിലും തരത്തിലുള്ള സഹാനുഭൂതിയോടുകൂടിയുള്ള സമീപനമല്ല. അങ്ങനെ ആക്രമണം നടന്നതിൻ്റെ പേരിലുള്ള രോക്ഷം കോൺഗ്രസിനില്ല. ഉണ്ടെങ്കിൽ സുധാകരൻ പറയില്ല അയാളെ ചേർത്ത് നിർത്തണം, അവനെ വീണ്ടും കോൺഗ്രസിൻ്റെ വേദിയിൽ ഇരുത്തണം എന്ന് പറയില്ല. നിർബാധം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഓരോ വീടും കയറി ഇറങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഇയാൾ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ നാട്ടിലെ സ്ത്രീകൾക്ക് കോൺഗ്രസ് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ആരെ പീഡിപ്പിച്ചു വന്നാലും കോൺഗ്രസിൽ മാലയിട്ട് സ്വീകരിക്കും, അല്ലേ? ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ മാങ്കൂട്ടത്തെ തോളിലേറ്റി കോൺഗ്രസും ലീഗും ചേർന്ന് പ്രകടനം നയിക്കുക. എന്താ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു വന്ന ആളെയല്ല. സ്ത്രീപീഡന പരാതി, നിരവധി പെൺകുട്ടികളെ, 17 വയസ്സിൽ താഴെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് പോലും പരാതിയുണ്ട് എന്നുള്ള നിലയിലേക്കുള്ള സൂചനകളാണ് വരുന്നത്. അത്തരത്തിലുള്ളൊരു നരാധമനെ, ഒരു സൈക്കോപാത്തിനെ, ഒരു സെക്ഷൽ പെർവെർട്ടിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിച്ചത്. അങ്ങനെയല്ലേ? സണ്ണി ജോസഫാണ് അതിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ അങ്ങനെയല്ലേ? ഇന്ന് ഇരയെ സംബന്ധിച്ച് വളരെ മോശമായി പ്രതികരിക്കുകയാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ. UDF കൺവീനർ ഉൾപ്പെടെ പറയുകയാണ്. ദീപാദാസ് മുൻഷി ഇവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവാണ്. അവർ പറയുകയാണ് അവരെന്തിനാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയാണ് കുറ്റക്കാരി എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ആസൂത്രിതമായ ശ്രമം സൈബർ ഇടങ്ങളിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ ശ്രമിക്കുന്നു. പിന്നെ കോൺഗ്രസിൽ തന്നെ ഇതിനെതിരെ പറഞ്ഞവരുടെ സ്ഥിതി എന്താ? ഏറ്റവും വലിയ നേതാവ് ഇപ്പോൾ KC വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നവർ കോൺഗ്രസിൽ ഉണ്ടായിക്കൂടാ എന്നൊരു നവമാധ്യമ പോസ്റ്റ് ഇട്ടപ്പോൾ എന്താ കോൺഗ്രസിൻ്റെ ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും അണികൾ സ്വീകരിച്ച സമീപനം എന്താ? അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കേട്ടാലറയ്ക്കുന്ന തെറിവിളി, ഉമാ തോമസിൻ്റെ പോസ്റ്റിന് താഴെ കേട്ടാലറയ്ക്കുന്ന തെറിവിളി, ബിന്ദു കൃഷ്ണയുടെ പോസ്റ്റിന് താഴെ കേട്ടാലറയ്ക്കുന്ന തെറിവിളി, ഷാനിമോൾ ഉസ്മാൻ്റെ പോസ്റ്റിന് താഴെ തെറിവിളി. അങ്ങനെ ഇതിനെതിരെ പ്രതികരിച്ച മുഴുവൻ വനിതാ കോൺഗ്രസ്, ഇന്നലെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായ ഒരു വനിത പറഞ്ഞു, ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഈ നേതാവിനെ വെച്ചുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല, അയാളെ പടിയടച്ച് പിണ്ടം വെക്കണം എന്ന് പറയുമ്പോൾ അവരുടെ ആ പെൺകുട്ടിയുടെ പോസ്റ്റിനടിയിൽ പോലും പോയി തെറിയും അശ്ലീലവും എഴുതി വെക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സൈബർ അണികളും കോൺഗ്രസിൻ്റെ അണികളുമെല്ലാം. അതിനുശേഷം എന്താ? ഈ ഡാമേജ് മാറ്റാൻ സിനിമാ താരങ്ങളെ ഇറക്കി ചില ഇമേജ് ബിൽഡപ്പ് പരിപാടികൾ സംഘടിപ്പിക്കുക. എന്നിട്ട് സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്നു, അതിൻ്റെ റീൽ ചിത്രീകരിക്കുന്നു, സകലമാന ഓൺലൈൻ മീഡിയയ്ക്കും പണം കൊടുത്തത് പോസ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നു ഇതാ ഈ രാഹുൽ മാങ്കൂട്ടം ഇനിയും തിരിച്ചു വരണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? അതിൽ കുറേ ലൈക്ക് വീഴും. എന്നിട്ട് ചോദിക്കുക ഇത്ര ലൈക്കുണ്ട്.